വാർത്തകളിലേക്ക് വിശദമായി. ബഹിരാകാശത്ത് ചരിത്ര നിമിഷം. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് വിജയകരമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാൻഷു മാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഘം ഉടൻ നിലയത്തിലേക്ക് പ്രവേശിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ചേരുകയാണ്. നമ്മൾ ആ ചരിത്ര നിമിഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്കിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഈ from the orbiting laboratory. ഇപ്പോൾ സംഘം ഇനി ഉടൻ നിലയത്തിലേക്ക് പ്രവേശിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അജയ് സുധ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ 7:05 മാത്രമേ ഈ സംഘത്തിന് പേടകത്തിനുള്ളിൽ നിന്ന് ആ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന പ്രക്രിയകൾ പൂർത്തിയാകൂ എന്നാണ് അറിയുന്നത്. ഇതുവരെ ലഭിക്കുന്ന വിവരം എന്താണ്? ഡോക്കിംഗ് വളരെ സുഗമമായും കൃത്യമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂർ മുമ്പെയാണ് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സോഫ്റ്റ് ക്യാപ്ചർ അത് പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പോൾ ഹാർഡ് ക്യാപ്ചറിന്റെ പ്രക്രിയകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പേടകവും ഡ്രാഗൺ പേടകവും പിന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും തമ്മിലുള്ള മർദ്ദം അത് ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഹാച്ച് ഇപ്പോൾ പതിയെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിയെ ഓപ്പൺ ചെയ്ത് ഇതിന്റെ മർദ്ദം ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗവും തമ്മിലുള്ള മർദ്ദം ക്രമീകരിക്കണം, അതുപോലെ തന്നെ വാക്വം അതിന്റെ ഒരു സ്പേസ് കളയണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇത് പൂർണ്ണമായി എയർ ടൈറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഈ 4 ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുക. ഈ ഒരു ദൗത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദൗത്യത്തിലുള്ള ശുഭാംശു ശുക്ല അടക്കമുള്ള 3 പേർക്ക് ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവർ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത്. പെഗി വിൽസൺ മാത്രമാണ് ഇതിനു മുൻപേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അവർ ഇതിനു മുൻപേ 4 തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതവരുടെ 5ാമത്തെ ദൗത്യമാണ്. അപ്പോൾ വീണ്ടും ബഹിരാകാശ നിലയത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹാർഡ് ക്യാപ്ചർ പ്രക്രിയകൾ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയകൾ അത് പൂർണ്ണമായത്. ഇതിൻ്റെ പൈലറ്റായിട്ടുള്ള ഈ ദൗത്യത്തിൻ്റെ പൈലറ്റായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ സമയം 12:01 നടന്ന ഈ ഒരു ടേക്ക് ഓഫ് പ്രക്രിയയിൽ ഉൾപ്പെടെ ഒരു നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു ഡോക്കിംഗ് പ്രക്രിയ അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്തുള്ള റീഡിങ്ങുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടിലേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാമായിരുന്നു ഇന്നലെ ഇപ്പോൾ ഇന്ന് അദ്ദേഹം ചെയ്തിരുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ ഡോക്കിംഗ് പ്രക്രിയയിൽ പൂർണ്ണമായിട്ട് ഒരു പങ്ക് വഹിച്ചത് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു കൂടുതൽ അതിനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരികൾ അവർ 4 പേരും ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അതിൻ്റെ ഒരു മൊത്തം പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഒരു പ്രക്രിയകൾ പൂർണ്ണമായിട്ട് അവർ അങ്ങോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരായിട്ട് അതിൻ്റെ കൃത്യമായിട്ട് സമയമെടുക്കും. ഇപ്പോൾ 7:05 ഇന്ത്യൻ സമയം 7:05 പ്രവേശിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഡോക്കിംഗ് പ്രക്രിയ അത് അരമണിക്കൂർ നേരത്തെയാണ്, ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂറോളം നേരത്തെയാണ് ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായത്. അപ്പോൾ ഈ ഒരു അകത്തേക്ക് കടക്കുന്ന പ്രക്രിയയും അതും വിജയകരമായി ഇതിനു മുൻപേ കടക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡ്രാഗൺ പേടകത്തിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനു മുൻപേ സുനിത വില്യംസിന്റെ ദൗത്യം ഉൾപ്പെടെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ചത് ഈ ഡ്രാഗൺ പേടകമാണ്. അതിന്റെ സുരക്ഷയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട
പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പേടകത്തിൻ്റെ ഒരു മുൻതൂക്കം, ആ ഒരു പേടകം നൽകിയ ഒരു സഹായം, അത് തീർച്ചയായിട്ടും ഈ ദൗത്യം വിജയകരമാകാൻ കൂടുതൽ ഇവർക്ക് ഒരു സഹായകരമായി എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇനി അധികം താമസമില്ല, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇപ്പോൾ ഈ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 7 ബഹിരാകാശ സഞ്ചാരികളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉള്ളത്. അവർ ഇവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ് അക്കൗണ്ടിൽ അവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 7 പേരും ഇവരെ സ്വീകരിക്കുകയാണ്. ഇനിയുള്ള 14 ദിവസമായിരിക്കും ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്ത് ചെലവഴിച്ച് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുക. 60 പരീക്ഷണങ്ങളാണ് ഈ സംഘം മൊത്തത്തിൽ നടത്തുന്നത്. അതിൽ 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശുഭാംശു ശുക്ല നടത്തുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അത് തീർച്ചയായിട്ടും ഇനി ഭാവിയിലുള്ള ഗഗൻയാൻ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൗത്യം വിജയകരമാക്കിയതിലുള്ള ഒരു പരിചയം, അതെല്ലാം ഇപ്പോൾ അടുത്ത ദൗത്യത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാകും. 1984 ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു നേട്ടം കൂടി ശുഭാംശു ശുക്ല ഇതിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം ഇപ്പോൾ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് തത്സമയം അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലെ ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിൽ അദ്ദേഹം തൻ്റെ ഈ നേട്ടത്തിലുള്ള അഭിമാനവും അതുപോലെ തന്നെ ഈ നേട്ടത്തിന് ഒപ്പം നിന്ന് എല്ലാവർക്കുമുള്ള നന്ദി എല്ലാം അദ്ദേഹം അറിയിച്ചു. ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ താൻ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റു കാര്യങ്ങൾ, ഇവിടുത്തെ രീതികളെല്ലാം താൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ തനിക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, തൻ്റെ കൂടെ ഉള്ളവർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, ഇതെല്ലാം താൻ ഇപ്പോൾ രസകരമായി ഇപ്പോൾ ഒരു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബഹിരാകാശത്തുള്ള ഓരോ മൊമെൻറ്റുകളും. അതുപോലെ തന്നെ 30 ദിവസത്തിലധികമായി ക്വാറന്റീനിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ബഹിരാകാശത്തേക്ക് എത്തി അതിൻ്റെ ആവേശവും അദ്ദേഹം രാവിലെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറഞ്ഞത്, തൻ്റെ തോളിലുള്ള ത്രിവർണ്ണ പതാക കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നു മുഴുവൻ ഭാരതീയരും തനിക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യം തനിക്ക് തൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാ ഭാരതീയരുടെയും ഒരു നേട്ടം തന്നെയാണ്. ഇനി അധികം വൈകാതെ ഏതാനും മിനിറ്റുകൾക്കകം, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള സമയം 7:05 ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശത്തേക്ക് എത്തുന്ന സമയം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിന് മുൻപേ തന്നെ ഇപ്പോൾ അകത്തേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും എന്തായാലും ചരിത്ര നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്കിംഗ് പ്രക്രിയ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ് ക്യാപ്ചർ ആണ് പൂർത്തിയായത്.